നമസ്കാരം. സുകുമാരക്കുറുപ്പ് ജീവനോടെ എവിടെയുണ്ട്? കുറുപ്പിൻ്റെ കഥ കഴിഞ്ഞില്ലേ? കേരളം പക്ഷേ ഞെട്ടുന്നു. എന്തുകൊണ്ടാണ് കേരളം ഞെട്ടുന്നത്? സുകുമാരക്കുറുപ്പിൻ്റെ ജീവിതവും സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ടു വന്ന കഥകളും ചരിത്രമൊക്കെ മണ്ണടിഞ്ഞു പോയി എന്ന് വിശ്വസിച്ചെടുത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ചില ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത കേരളത്തെ ഒന്നുകൂടി സുകുമാരക്കുറുപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. ചിലപ്പോൾ ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ക്രിമിനലും അവശേഷിപ്പിച്ച് പോകാത്ത അത്രയും ഭയാനകമായിട്ടുള്ള നിഗൂഢതയും 4 പതിറ്റാണ്ടിലേറെയായി ഒരു ജനതയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ തന്ത്രങ്ങളുമാണ് സുകുമാരക്കുറുപ്പെന്ന ഒറ്റ പേരിലുള്ളത്. കേരളം മറന്നിട്ടില്ല. 42 വർഷം സുകുമാരക്കുറുപ്പ് എവിടെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഉത്തരമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താമാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് ശരിയുണ്ടോ? ഇന്നതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരു വാർത്താമാധ്യമം അത് ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിൽ പരസ്പരം മത്സരിപ്പിച്ച് തീർക്കാനുള്ളതോ അല്ലെങ്കിൽ തങ്ങളുടെ മത്സരത്തിലേക്ക് കൊണ്ടുവരാനുള്ളതോ ആയിട്ടുള്ള ഒരു വ്യക്തിയായി സുകുമാരക്കുറുപ്പിനെ കാണുന്നു. കഴിഞ്ഞ 42 വർഷത്തെ കാത്തിരിപ്പ്, ഒരു ജനത മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു പ്രതിയായിരുന്നു സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇത്രത്തോളം ഭയാനകമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ആ വാർത്ത നൽകുന്നവർക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരു റിപ്പോർട്ടർ നൽകുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റർ അതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുന്നതൊക്കെ വളരെ കൃത്യമായി ചെയ്യേണ്ടതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നൽകിയ വാർത്തകളിൽ ശരിയുണ്ടെങ്കിൽ ഓക്കെ, സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കുക. ഇനി അതല്ല, മറ്റൊരു മാധ്യമം ഇന്ന് പുറത്തുവിട്ട വാർത്തയിലൂടെ അത് സുകുമാരക്കുറുപ്പല്ല, അത് തൃശ്ശൂരിലുള്ള മറ്റൊരാളാണ്, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഏതാണ് ശരി എന്നുള്ള ആശങ്കയിലേക്ക് ഒരു സമൂഹത്തിനെ നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശരി എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്തായാലും ഒരു സിനിമയെ പോലും വെല്ലുന്ന പെർഫെക്റ്റ് പ്ലാനിങ്, സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കുവാനുള്ള പൈശാചികമായിട്ടുള്ള ബുദ്ധി, നിയമവ്യവസ്ഥയുടെയും അന്വേഷണ ഏജൻസികളുടെയും കണ്ണ് വെട്ടിച്ച് പതിറ്റാണ്ടുകളോളം വായുവിൽ അലിഞ്ഞുപോയതുപോലെ അപ്രത്യക്ഷനാകാനുള്ള അമാനുഷികമായിട്ടുള്ള ഒളിത്താവളങ്ങൾ, ഇതൊക്കെയാണ് ഈ കേസിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈം മിസ്റ്ററികളിലൊന്നാക്കി മാറ്റുന്നത്. എന്നാൽ ആ കഥ അവിടെ തീരുന്നില്ല. 42 വർഷങ്ങൾക്ക് ശേഷം അയാൾ ജീവനോടെ ഉണ്ട് എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടെ കേരളം വീണ്ടും ചോരയുറയുന്ന ആ ഭീതിയിലേക്ക് ഉണരുകയാണ്. 1984 ജനുവരി മാസം 21 ആ കൊടും തണുപ്പുള്ള രാത്രിയിലാണ് കേരളത്തിൻ്റെ നെഞ്ചു പിളർക്കുന്ന ആ ക്രൂരത അരങ്ങേറിയത്. അബുദാബിയിലെ വൻകിട കമ്പനിയിലെ ഉയർന്ന പദവിയും ലക്ഷങ്ങളുടെ ശമ്പളവും മതിയാകാതെ തൻ്റെ പേരിലെടുത്ത അന്നത്തെ കാലത്തെ ഭീമമായിട്ടുള്ള 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ കുറുപ്പൊരുക്കിയ തിരക്കഥയിൽ സ്വന്തം മരണമായിരുന്നു ക്ലൈമാക്സ്. മോർച്ചറികളിലും പൊതുശ്മശാനങ്ങളിലും തനിക്ക് പകരം ഒരു അജ്ഞാത ജഡം തേടി അലഞ്ഞൊടുവിൽ പരാജയപ്പെട്ട ആ രാത്രി കരുനാഗപ്പള്ളിയിലെ വിജനമായ ഹൈവേയിൽ വീട്ടിലേക്ക് പോകാൻ ഒരു ലിഫ്റ്റ് കാത്തുനിന്ന ചാക്കോ എന്ന പാവം ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആ മരണവണ്ടിയിലേക്ക് കയറി ചെന്നു. സൗഹൃദം നടിച്ച് കാറിലിരുത്തി ഈതർ കലർത്തിയ മദ്യം നിർബന്ധിച്ച് കുടിപ്പിച്ച് മയക്കിയ ശേഷം കഴുത്തിൽ തോർത്തു മുറുക്കിയ നിരപരാധിയുടെ ജീവശ്വാസം അവർ കവർന്നെടുത്തു. തുടർന്ന് മാവേലിക്കര കുന്നംപാടശേഖരത്തിനരികിൽ തൻ്റെ അംബാസഡർ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ആ ശരീരത്തിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുമ്പോൾ ഒരു മനുഷ്യായുസിൻ്റെ മുഴുവൻ ക്രൂരതയായിരുന്നു അവിടെ കത്തിയെരിഞ്ഞത്. പക്ഷേ കുറുപ്പിൻ്റെ കൊടും ക്രൂരമായ പെർഫെക്റ്റ് മർഡർ പ്ലാനിനെ തുടക്കത്തിലെ തന്നെ ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ ശക്തിയെ പോലീസ് പൊളിച്ചടുക്കി. കാറപകടത്തിൽ കുറുപ്പ് വെന്തുമരിച്ചുവെന്ന നാടകം മണിക്കൂറുകൾക്കുള്ളിൽ തകർന്നു വീണു. മൃതദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ പുകയുടെ അംശമില്ലാത്തതും രക്തഗ്രൂപ്പിലെ വ്യത്യാസങ്ങളും കത്തിയ കാറിനരികിലെ കൃത്രിമ തെളിവുകളും കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചു. സ്വന്തം അളിയൻ ഭാസ്കരപിള്ളയും വിശ്വസ്ത ഡ്രൈവർ പൊന്നപ്പനും തങ്കപ്പനും അടക്കമുള്ള കൂട്ടാളികൾ ഓരോരുത്തരായി പിടിയിലാവുകയും അവർ ഇരുമ്പഴിക്കുള്ളിലാവുകയും ചെയ്തപ്പോഴും പോലീസിൻ്റെ സർവ്വ വലകളും കീറിയെറിഞ്ഞ് സുകുമാരക്കുറുപ്പ് ഇരുളിലേക്ക് മാഞ്ഞുപോയി. ഭൂട്ടാൻ്റെ കൊടും വനങ്ങളിലോ ഉത്തരേന്ത്യൻ സന്യാസിമാരുടെ ആൾക്കൂട്ടത്തിലോ അതോ ഗൾഫിലെ മണലാരണ്യങ്ങളിലോ അയാൾ ഉണ്ട് എന്ന വാർത്തകൾ വന്നുവെങ്കിലും പോലീസിൻ്റെ കൈകൾ എപ്പോഴും ശൂന്യമായിരുന്നു. ഒടുവിൽ അയാൾക്ക് കടുത്ത ഹൃദ്രോഗമുണ്ടായിരുന്നുവെന്നും ഏതോ അജ്ഞാത കോണിൽ അയാൾ മരിച്ചിരിക്കാമെന്നുമുള്ള നിഗമനത്തിൽ 4 പതിറ്റാണ്ടിന് ശേഷം ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിക്കുവാൻ ഒരുങ്ങിയതാണ്. എന്നാൽ ആ ഫയലുകൾ എന്നേക്കുമായി അടച്ചുപൂട്ടുവാൻ തുടങ്ങിയ നിമിഷത്തിലാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ ഇടുത്തി പോലെയുള്ള പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. കേസ് അന്വേഷിച്ച മുൻ ഉദ്യോഗസ്ഥൻ അലി അക്ബർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള പോലീസിനെയും ക്രൈം ലോകത്തെയും ഒന്നടങ്കം നടുക്കിയിരിക്കുന്നു. സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ലെന്നും മലേഷ്യ ബ്രൂണൈ അതിർത്തിയിലെ സിംപാങ് എന്ന പ്രദേശത്ത് വ്യാജ മുസ്ലിം നാമത്തിൽ അയാൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് കൂടി അലി അക്ബർ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല 2017 സ്വന്തം മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ അയാൾ അതീവ രഹസ്യമായിട്ട് കേരളത്തിൽ വന്നിരുന്നുവെന്നും
2023 ഉൾപ്പെടെ കാറിൽ വന്നിറങ്ങുന്നതും ഹോട്ടലുകളിൽ എത്തുന്നതുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും ഫോട്ടോകളും ഉന്നത പോലീസ് അധികാരികൾക്ക് കൈമാറിയിട്ടും ആ നിർണായക റിപ്പോർട്ട് ഉന്നത തലങ്ങളിൽ വെച്ച് മുക്കിക്കളയുകയായിരുന്നുവെന്ന് തുറന്നടിക്കുകയാണ് അലി അക്ബർ. ചാക്കയുടെ കണ്ണീരൊപ്പാൻ കാത്തിരുന്ന കുടുംബത്തിന് നീതിബോധമുള്ള ഒരു സമൂഹത്തിന് മുന്നിൽ ഈ കേസ് വീണ്ടും ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരു വ്യാജമരണത്തിൽ തുടങ്ങി 42 വർഷമായി തുടരുന്ന ഈ അദൃശ്യ മനുഷ്യവേട്ട വെറും ഒരു ഇൻഷുറൻസ് തട്ടിപ്പ് കേസല്ല, മറിച്ച് അധികാരത്തിൻ്റെയും അതിബുദ്ധിയുടെയും ഒത്തുകളിയുടെയും വൻ അടിയൊഴുക്കുകൾ നിറഞ്ഞ ഒരു അന്താരാഷ്ട്ര ക്രൈം ത്രില്ലറാണ്. ബ്രൂണയുടെ വിദൂര തീരങ്ങളിൽ വ്യാജ ഐഡൻറ്റിറ്റിയുടെ പിന്നിലിരുന്ന് കുറുപ്പ് ഇന്നും അഹങ്കാരത്തോടെ നിയമത്തെ നോക്കി ചിരിക്കുന്നുണ്ടോ? അതോ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ അയാളുടെ കൈകളിൽ ഒടുവിൽ വിലങ്ങണിയിക്കുമോ എന്ന വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിൽ രാജ്യം മുഴുവൻ ഇപ്പോൾ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, സുകുമാരക്കുറുപ്പ് ജീവനോടെ ഇപ്പോൾ എവിടെയുണ്ട്? ഒരിക്കൽ നമ്മൾ പറഞ്ഞതാണ് കുറുപ്പിൻ്റെ കഥ കഴിഞ്ഞതാണ് എന്ന്. പക്ഷേ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കുറുപ്പ് ഉണർന്നെണീക്കുകയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാകുവാനുള്ള സാധ്യത വിരളമെന്നേ പറയാൻ കഴിയും.